പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായി കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യവും പാവനവുമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. സത്യവേദപുസ്തകം അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം വളച്ചൊടിച്ച് വികൃതമാക്കി ജനത്തെ വഞ്ചിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സാത്താൻ സഭകളെക്കാൾ അപകടകാരികളാണ് ന്യൂ ജനറേഷൻ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത്രയേറെ ഹീനമായ ഉപദേശങ്ങളാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവേ എന്നൊന്ന് വിളിച്ചാൽ മതി, നിങ്ങളുടെ വീട് സ്വർഗമാകും, സ്വർഗം നിങ്ങളുടെ വീടാകുമെന്നൊരു കൂട്ടർ പറയുമ്പോൾ, യേശുവിനെ അറിഞ്ഞാൽ ആദ്യം ലഭിക്കുന്നത് ധനം, പിന്നെ മാനമെന്ന് മറ്റൊരു കൂട്ടർ പഠിപ്പിക്കുന്നു. കൃപയുടെ ലേബലിൽ തട്ടിപ്പ് നടത്തുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഏത് പാപം ചെയ്താലും കൃപയിൽ നിന്ന് വീണു പോകുകയല്ല, കൃപയിലേക്ക് വീഴുകയാണെന്ന്. കൃപ സർവ പാപങ്ങളും കഴുകിക്കളയുന്നു എന്നത്രേ അവർ പഠിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, സാത്താൻ പോലും പറയാൻ മടിക്കുന്ന അർത്ഥശൂന്യവും അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ ആധുനിക ഉപദേഷ്ടാക്കന്മാർക്ക് ഒരു മടിയുമില്ല. അശ്രദ്ധമായി സഞ്ചരിച്ചാൽ വീണു പോകാവുന്ന ഒരു പാതയിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളിന്മേലും വചനം എന്തു പറയുന്നു എന്ന് സ്പഷ്ടമായി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചു. വെള്ളം വീഞ്ഞാക്കി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. എന്നാൽ യേശു എവിടെയെങ്കിലും ആരെയെങ്കിലും സമ്പന്നനാക്കിയോ? ധനപരമായി ആരെയെങ്കിലും അനുഗ്രഹിച്ചു? അപ്പൊ ഉടനെ ആധുനിക ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് നമ്മെ സമ്പന്നരാക്കാനാണ് യേശു ദരിദ്രനായെന്ന. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ യേശുവിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയ ഒരാളെയെങ്കിലും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുമോ? അപ്പോസ്തലന്മാർ സമ്പന്നരായോ? ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ യേശുവിനെ അറിഞ്ഞ ശേഷം അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. പിന്നെ എവിടെയാ പ്രശ്നം? ഞാൻ പറഞ്ഞു തരാം. അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. യേശുവിനെ മുന്നിൽ നിർത്തി മാമോന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. കേട്ടതും ഗ്രഹിച്ചതും തെറ്റിപ്പോയി എന്ന് ഇനിയും ഇവിടെ പലർക്കും മനസ്സിലായിട്ടില്ല. പണ്ടൊരു അലക്കുകാരന്റെ കഴുത മരം വെട്ടുകാരന്റെ കഴുതയുടെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അവിടുത്തെ ജീവിതം മടുത്തു. അപ്പം മരം വെട്ടുകാരന്റെ കഴുത ചോദിച്ചു, എന്നാ പിന്നെ നിനക്ക് ആരുമില്ലാത്ത തക്കം നോക്കി ഓടി രക്ഷപ്പെടരുത്. അന്നേരം ആ അലക്കുകാരന്റെ കഴുത ആ രഹസ്യം പറഞ്ഞത്, അലക്കുകാരന് സുന്ദരിയായ ഒരു മകൾ ഉണ്ടത്രേ. അവൾ അനുസരണക്കേട് കാണിക്കുമ്പോഴൊക്കെ നിന്നെ ഏതെങ്കിലും കഴുതയെ കൊണ്ട് കെട്ടിക്കുമെന്ന് അലക്കുകാരൻ പറയാറുണ്ട് പോലും. അലക്കുകാരന്റെ മകളെ കല്യാണം കഴിക്കാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന കഴുതയെ പോലുള്ളവരാണ് യേശു സമ്പത്ത് തരുമെന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്നത്. സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് സാറേ സാറേ എന്ന് വിളിച്ചാ പോരാ, കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായാലേ ജോലി കിട്ടൂ. പറഞ്ഞത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്കൂളിന്റെ വരാന്തയിൽ നിന്നുള്ള പഠിത്തം അവസാനിപ്പിച്ച് ക്ലാസ്സിൽ കയറിയിരുന്ന് ശ്രദ്ധയോടെ പഠിക്കുവാൻ ഉത്സാഹിക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. സൂക്ഷ്മമായ എന്റെ നിരീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, മനുഷ്യന്റെ ഒടുങ്ങാത്ത ആർത്തി അല്ലെങ്കിൽ ദാഹത്തിൽ നിന്നാണ് അഭിവൃദ്ധിയുടെ സുവിശേഷം പിറവിയെടുത്തത് എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കം നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്.
വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. ഏദൻ തോട്ടത്തിൽ വിലക്കപ്പെട്ടതായ ഒരു വൃക്ഷഫലം നാം കാണുന്നു. അത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാണ്, തിന്നാൻ രുചിയുള്ളതാണ്, ജീവിതത്തിന്റെ അഹന്തയ്ക്ക് തൃപ്തി വരുത്തുന്നതാണ്. ഈ കാഴ്ചപ്പാടിൽ വിലക്കപ്പെട്ട ഫലം തിന്നതോടുകൂടി ദൈവവുമായുള്ള ബന്ധം അറ്റു. അവിടെ തുടങ്ങി മനുഷ്യന്റെ ആർത്തിയും ദാഹവും, കണ്ണിന്റെ ദാഹം, ജഡത്തിന്റെ ദാഹം, ജീവിതത്തിന്റെ പ്രതാപം. അന്നും ഇന്നും മനുഷ്യന്റെ ഈ തൃഷ്ണയ്ക്ക് അറുതി വന്നിട്ടില്ല. ഈ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ദൈവവും മനുഷ്യനുമായുള്ള അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ യേശു ഈ ഭൂമിയിൽ വന്നു. യേശുവിന്റെ മുന്നിലും സാത്താൻ ഈ 3 പ്രലോഭനങ്ങളും കൊണ്ടുവന്നു. ലോകത്തിന്റെ മുഴുവൻ മഹത്വവും പ്രതാപവും എന്ന കണ്ണിന്റെ ദാഹം, കല്ലിനെ അപ്പമാക്കുക എന്ന ജഡത്തിന്റെ ദാഹം, താഴേക്ക് ചാടുക എന്ന ജീവിതത്തിന്റെ അഹന്ത. യേശു ഈ 3 പ്രലോഭനങ്ങളെയും അതിജീവിച്ച് സാത്താനെ തോൽപ്പിച്ചു. എന്നാൽ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവർ കണ്ണിന്റെ ദാഹവും ജഡത്തിന്റെ മോഹവും ജീവിതത്തിന്റെ അഹന്തയും തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യേശു പൊളിച്ചത് ഉപദേഷ്ടാക്കന്മാർ വീണ്ടും പണിയുകയാണ്. സാത്താൻ ഏതൊന്നിനാൽ മനുഷ്യനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവോ അത് ദൈവം സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞ് ജനത്തെ ഇവർ വഞ്ചിക്കുകയാണ്. സമ്പത്തിന്റെ ദേവനാണ് മാമോൻ. ഒരേ സമയം ദൈവത്തിന്റെയും മാമോന്റെയും സ്നേഹിതരായിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ വ്യക്തമാക്കിയിരിക്കെ, ഭൗതികമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്നവർ സാത്താന്റെ വ്യക്താക്കളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നന്നത്തെ ആഹാരത്തിനായി പ്രാർത്ഥിപ്പീൻ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ, മോഹിക്കരുത്. ഇതാണ് വേദപുസ്തക പ്രമാണം. ഈ പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നതും മോഹിക്കുന്നതും ഭാവന കണ്ട് പ്രാർത്ഥിക്കണം, അത് ദൈവം സാധിപ്പിച്ചു തരും എന്ന് പറയുന്നത് എത്രയോ വലിയ പാപമാണ്. ഇത് പ്രസംഗിക്കുന്നവർ ദൈവത്തിന്റെ ദാസന്മാരല്ല, മാമോന്റെ ദാസന്മാരാണ്. അവരുടെ ദൈവം യേശുക്രിസ്തു അല്ല. ദാരിദ്ര്യം, രോഗം ശാപത്തിന്റെ ലക്ഷണമാണെന്നും ആരോഗ്യവും സമ്പത്തുമാണ് അനുഗ്രഹത്തിന്റെ ലക്ഷണമെന്നും പറയുന്നവർ സാത്താന്യ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളായി ഇവർ പറയുന്നതെല്ലാം ഉണ്ടായിരുന്ന ധനവാന്റെയും ശാപത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ലാസറിന്റെയും കഥ പറഞ്ഞത് നസറയനായ യേശുവ. ഭൗതിക നന്മകൾ ആവോളം അനുഭവിച്ച ധനവാൻ അവസാനം എന്ത് ലഭിച്ചു എന്ന് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നവരും അവർക്ക് പിന്നാലെ പായുന്നവരും വചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണം. ഞാൻ വിശ്വസിക്കുന്ന വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശുവിന് ഇവിടെ ജനിക്കാൻ ഇടമില്ലായിരുന്നു, തലചായ്പാൻ ഇടമില്ലായിരുന്നു. അവൻ വിശന്നും ദാഹിച്ചു നടന്നു. അവന് കരം കൊടുക്കുവാൻ പണമില്ലായിരുന്നു. ഒരു തുണ്ട് തുണി പോലും ഇല്ലാതെ നഗ്നനായി അവസാനത്തുള്ളി രക്തം വരെയും ചീന്തിയത് മനുഷ്യവർഗത്തെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് നിത്യജീവൻ നൽകുവാനാണ്. രോഗികളെ സൗഖ്യമാക്കുവാനോ ഭൂതങ്ങളെ പുറത്താക്കുവാനോ അല്ല യേശു ഈ ഭൂമിയിൽ വന്നത്. എന്ന് പറഞ്ഞാൽ യേശു ഇതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല, യേശു ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്നും സൗഖ്യമാക്കുവാൻ അവൻ ശക്തനാണ്. അവൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്നു. വിശക്കുന്നവർക്ക് അവൻ അന്ന് ആഹാരം നൽകിയെങ്കിൽ ഇന്നും അത് നൽകുവാൻ അവൻ മതിയായവനാണ്. എന്നാൽ ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം,
വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു മണവാളന് വിശേഷ വസ്ത്രമോ മധുരപലഹാരങ്ങളോ ഒക്കെ ലഭിച്ചു എന്ന് വരാം. എന്നാൽ അവൻ വിലയേറിയതായി കാണേണ്ടത് മണവാട്ടിയെയാണ്. ഇതുപോലെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയുവാൻ കഴിയും, അത് പാപമാണ്. അത് പാപമെന്ന യാഥാർത്ഥ്യമാണ്. ഒരിക്കലും സ്വസ്ഥത നൽകാത്ത, വേദന മാത്രം നൽകുന്ന ഒരു നരകമാണ് പാപിക്ക് വേണ്ടി എരിയുന്നത്. ആ നിത്യനാശത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു ഈ ഭൂമിയിൽ വന്ന എന്ന സത്യം നാം വിസ്മരിക്കരുത്. അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കുമെന്ന് വചനം ദുർവ്യാഖ്യാനം ചെയ്ത് വിശ്വാസികളെ വഞ്ചിക്കുന്നതിൽ സാത്താൻ വിജയിച്ചിരിക്കുകയാണ്. ഈ ദുർവ്യാഖ്യാനത്തിലെ അപകടം എന്തെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. ശരി, ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറുക തന്നെ ചെയ്യും. പക്ഷേ വാഗ്ദത്തം ചെയ്തിട്ടില്ലാത്തത് നിവർത്തിക്കുവാൻ ദൈവത്തിന് ബാധ്യതയില്ല. യേശു വാഗ്ദത്തം ചെയ്യാത്ത കാര്യങ്ങളാണ് ദൈവിക വാഗ്ദത്തങ്ങളായി സമർത്ഥിയുടെ സുവിശേഷകർ പ്രഘോഷിക്കുന്നത്. ഇതൊന്നും സാധിച്ചു കൊടുക്കുവാൻ ദൈവത്തിന് ബാധ്യതയില്ല. ഇവർ പറയുന്നത് കേട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങുന്നവർ രോഗമോ കഷ്ടതയോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാനാണ് സാധ്യത. അങ്ങനെ അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടമായെന്ന് വരാം. സമൃദ്ധിയുടെ സുവിശേഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് അബ്രഹാമിന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ക്ഷാമവും കഷ്ടതയും പരീക്ഷയും ഉണ്ടായതായി വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. എന്തിനേറെ പറയുന്നു, അബ്രഹാമിന്റെ ഭാര്യയായ സാറായിക്ക് ഫറവോന്റെ അരമനയിൽ പോകേണ്ടതായി പോലും വന്നു. അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്കിനും പലവിധമായ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. വാർദ്ധക്യത്തിൽ താൻ അന്ധനായി മാറുകയും ചെയ്തു. ഇസ്ഹാക്ക് ശപിക്കപ്പെട്ടവനായതുകൊണ്ടാണോ അന്ധനായി തീർന്നത്? ഇസ്ഹാക്കിന്റെ അന്ധത മാറ്റിക്കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? തീർച്ചയായും കഴിയുമായിരുന്നു. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. എന്തുകൊണ്ട് എന്നതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക. അബ്രഹാമിന് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനിഷ്ടങ്ങൾ കഷ്ടതകൾ ഉണ്ടായി. 2 പതിറ്റാണ്ടോളം അവൻ കൂലിപ്പണി ചെയ്തു. താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യയായ റാഹേലിന് അകാലമരണമുണ്ടായി. റാഹേൽ മരിക്കുമെന്ന് ദൈവം യാക്കോബിന് മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. അത് അപ്രതീക്ഷിതമായ ഒരു വേർപാടായിരുന്നു. ദൈവത്തെ മുഖാമുഖം കാണുകയും മല്ല് പിടിച്ച് ജയിക്കുകയും ചെയ്ത യാക്കോബിന്റെ ഭാര്യയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? കഴിയുമായിരുന്നു. എങ്കിലും ദൈവം അത് ചെയ്തില്ല. എന്തിനേറെ പറയുന്നു, യോസേഫ് മരിച്ചുപോയി എന്ന് തെറ്റിദ്ധരിച്ച് കണ്ണീരും കൈയുമായി കഴിയുന്ന യാക്കോബിനോട് യോസേഫ് ജീവനോടെ ഉണ്ടെന്നുള്ള വസ്തുത പോലും ദൈവം പറയുന്നില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടായി. ജീവിതത്തിൽ നല്ലൊരു ഭാഗം ശൗലിനെ പേടിച്ച് ഒളിച്ചു നടക്കേണ്ടതായി വന്നു. രാജാവായതിനു ശേഷം എത്രയോ കഷ്ടതകൾ. ഒരു മകളെ ദാവീദിന്റെ മകൻ തന്നെ ബലാത്സംഗം ചെയ്തു. ഈ മകനെ മറ്റൊരു മകൻ കൊന്നു. പിൽക്കാലത്ത് ആ മകനും കൊല്ലപ്പെട്ടു. കഷ്ടതകൾ അങ്ങനെ നീളുന്നു. ഇതൊന്നും സംഭവിക്കാതെ തടയുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ലേ? അബ്രഹാമിന്റെ സന്തതി എന്ന പേരിനും അനുഗ്രഹത്തിനും യഥാർത്ഥത്തിൽ യോഗ്യനായി കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. പക്ഷേ യേശു പ്രാപിച്ച അനുഗ്രഹങ്ങൾ എന്താണ്? വഴിയോരത്തെവിടെയോ പിറന്നു വീണു. ദരിദ്ര കുടുംബത്തിലെ അംഗമായി ജീവിച്ചു. 30 വയസ്സുവരെ ആശാരിപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ചു. വിശപ്പും ദാഹവും അനുഭവിച്ചറിഞ്ഞു. നിറഞ്ഞ യൗവനത്തിൽ ക്രൂശിൽ കിടന്ന് മരിച്ചു. ഇതൊക്കെയാണ് പ്രിയരെ അബ്രഹാമിന്റെ സന്തതിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. അപ്പോസ്തലന്മാരുടെ സ്ഥിതി എന്തായിരുന്നു? കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി എന്ന കാരണത്താൽ അവർ ആരെങ്കിലും ധനികരായോ? കഷ്ടങ്ങളും നഷ്ടങ്ങളും അല്ലാതെ അവർക്ക് ജീവിതത്തിൽ എന്താണ് ലഭിച്ചിട്ടുള്ളത്? കാരാഗ്രഹത്തിൽ നിന്നും ഒരിക്കൽ പത്രോസിനെ വിടുവിച്ചു, എന്നാൽ യാക്കോബിനെ വിടുവിച്ചില്ല. സ്തെഫാനോസിനെ പരീക്ഷിച്ചതുമില്ല. എന്തുകൊണ്ട്? കാരണം അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ദാവീദും കർത്താവും ശിഷ്യന്മാരും പ്രാപിച്ചതിലധികമായി 21ാം നൂറ്റാണ്ടിലെ വിശ്വാസി പ്രതീക്ഷിക്കേണ്ടതില്ല. ഉണ്മാനും ഉടുക്കാനും എന്നതോടെ യേശുക്രിസ്തുവിന്റെ സമൃദ്ധിയുടെ സുവിശേഷം അവസാനിക്കുകയാണ്. ഇതിലധികമായി എന്തെങ്കിലും വാഗ്ദത്തം ചെയ്യുന്നവർ കർത്താവായ യേശുക്രിസ്തു വെച്ച് അതിർ ലംഘിക്കുകയാണ്. അങ്ങനെ അതിർ ലംഘിച്ച് ജനത്തെ വഞ്ചിക്കുന്നവർ ശലോമോനെ പോലെയാണ്.
ലോകത്തിലുള്ളതെല്ലാം നേടുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് അവസാനം ഉയരത്തിലുള്ളത് അവഗണിച്ച് നഷ്ടമാക്കിയതിന്റെ ഉദാഹരണമാണ് ശലോമോൻ. പഠിക്കുവാൻ കഴിയുന്നതെല്ലാം പഠിക്കുവാൻ ശലോമോൻ മനസ്സുവെച്ചെന്ന് സഭാപ്രസംഗി പറയുന്നു. ജ്ഞാനബാഹുല്യത്താൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു എന്നവൻ കണ്ടെത്തി. അവൻ തന്നെ തന്നെ സുഖത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുന്നു, അതുകൊണ്ട് എന്ത് ഫലം? സകലവും നേടിയതിനു ശേഷം അവൻ എഴുതി, ഞാൻ എന്റെ സകല പ്രവർത്തികളെയും സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല. താൻ വലിയ സമ്പത്ത് കരസ്ഥമാക്കിയതിനു ശേഷം പറയുന്നു, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. തങ്ങളുടെ ആയുഷ്കാലം അത്രയും സ്വത്ത് സമ്പാദനത്തിലും ലൗകിക സുഖങ്ങളിലും ചിലവഴിച്ച ശേഷം അവസാനമാണ് അത് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് തിരിച്ചറിയുന്നത്. ലോകപ്രകാരമുള്ള വിജയങ്ങളാണ് ജീവിതത്തിൽ എല്ലാം എന്ന് കരുതുന്നവർ ലോകത്തിൽ അതിനായി യത്നിച്ച അവസാനം അതെല്ലാം മായയും അനിശ്ചിതവുമാണെന്ന് തിരിച്ചറിയുന്നു. സമ്പത്തിനും പദവികൾക്കും പിന്നാലെ എന്തിനെന്നറിയാതെ മനുഷ്യർ മത്സരിച്ചോടുകയാണ്. അത്ഭുതം, അനുഗ്രഹം എന്നൊക്കെ ആത്മീയ വ്യാപാര വ്യവസായികൾ നിരർത്ഥകമായി ജപിക്കുന്നത് കേട്ട് മയങ്ങിയിരിക്കുന്നവർ വെളിവും ബോധവും ഉണ്ടാകുവാൻ വചന വെളിച്ചത്തിൽ വസ്തുതകൾ പരിശോധിക്കണം. യേശു ആരായിരുന്നുവെന്നും എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും എന്താണ് യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നും അതിനായി എന്താണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കാതെ ഉപദേഷ്ടാക്കന്മാർ ജനത്തെ കബളിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരോഗ്യവും സമ്പത്തും നൽകി ജനത്തെ അനുഗ്രഹിപ്പാൻ വന്ന യേശുവിനെ വേദപുസ്തകത്തിൽ ഒരിടത്തും കണ്ടെത്തുവാൻ കഴിയുകയില്ല. യേശു ആരായിരുന്നു? അവൻ അഖിലാണ്ടത്തിന്റെ അധിപതിയും അഖില ചരാചരങ്ങളുടെ ഉടയവനുമാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ മനുഷ്യാവതാരമെടുത്ത് മർത്യനായി മാനവന്റെ കഷ്ടനഷ്ടങ്ങളും രോഗദുഃഖങ്ങളും മരണവും മാനഹാനിയും ആത്മവധനും അടുത്തറിഞ്ഞ് പതിതനായ പാപിയായ മനുഷ്യനെ തേടി മനുഷ്യരാൽ മർദ്ദിക്കപ്പെട്ട രക്തച്ചാലുകൾ ഒഴുക്കി മരക്കുരിശ് ചുമന്ന് കുരിശേറി ഭീകര ആണികളാൽ കാൽകരം മരത്തോട് ചേർത്ത് തറയ്ക്കപ്പെട്ട് മുൾക്കിരീടമണിഞ്ഞ് മാറ് പിളർന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി മമ്മ പിതാവിനോട് മാപ്പിരന്ന് മരിച്ച് മറവ് ചെയ്യപ്പെട്ട മറവിടത്തിൽ നിന്ന് മുദ്ര പൊട്ടിച്ച് മൂന്നാം നാൾ മർത്തിന് മുന്നിൽ പ്രത്യക്ഷനായി മരണമില്ലാത്തവനായി മരണത്തെ ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റ യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവാണ്. അവൻ പാപികളെ രക്ഷിപ്പാനാണ് ഈ ഭൂമിയിൽ വന്നത്. നിത്യജീവൻ നൽകുവാനാണ് അവൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. സന്തോഷവും സമ്പത്തും അനുഗ്രഹവും മാത്രമുള്ള ലോകജീവിതം അവൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പുതിയ നിയമത്തിൽ ഒരിടത്തും അത്തരം വാഗ്ദാനമില്ല. അപ്പോസ്തലപ്രവൃത്തി 14:28-22 അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് കാണുന്നു. റോമർ 8:17 നാം അവനോടുകൂടെ കഷ്ടം സഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 തിമോഥെയോസ് 3:12 ദൈവഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകുമെന്ന് കാണുന്നു. നാൾതോറും ക്രൂശെടുത്ത് അനുഗമിക്കുവാനാണ് ലൂക്കോസ് 9:23 ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 24 വർഷമായി ഞാൻ ദൈവത്തെ സേവിക്കുന്നു. TV ഒഴിച്ച് മറ്റ് മാധ്യമങ്ങളിലൂടെ ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നുവരെ ലോകപ്രകാരം യേശു മനുഷ്യനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ തക്കതായ ഒരനുഭവവും എനിക്കുണ്ടായിട്ടില്ല. സുഖിക്കാനും ആനന്ദിക്കുവാനുമുള്ള ഒരു വകയും ലഭിച്ചിട്ടുമില്ല. ഇന്നും ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു. എന്നാൽ ആവശ്യങ്ങൾ അറിഞ്ഞ് അനുദിനം വഴി നടത്തുവാൻ യേശു മതിയായവനാണ് എന്ന് അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയുവാൻ കഴിയും. പ്രിയരെ, നിങ്ങൾ ഒരു സത്യം അറിയണം. ദൈവത്തെ മുൻനിർത്തി ലോക സുഖം ലക്ഷ്യം വെച്ച് ദൈവത്തെയും മനുഷ്യനെയും കബളിപ്പിക്കാൻ കഴിവുള്ളവരാണ് ലോകപ്രകാരം സമ്പത്തും അനുഗ്രഹവും പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കള്ളദാസന്മാരാണ് ഭൂമിയിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഉല്ലാസത്തോടെ ജീവിതം ആസ്വദിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന പാപമാണെന്ന് നാം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിത്യത ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യേണ്ടവർ ഭൗതികതയിലേക്ക് കണ്ണു നട്ട് യാത്ര ചെയ്താൽ ലക്ഷ്യത്തിൽ ചെന്നെത്തുകയില്ല എന്ന് മാത്രമല്ല, വീഴ്ചയും ഉറപ്പാണ്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇരുമനസ്സുള്ളവനെ ദൈവം വെറുക്കുന്നു. ഭൂമിയിൽ ധനവാനായും സ്വർഗത്തിൽ ലാസറായും ജീവിക്കുവാൻ കഴിയുകയില്ല.
ഒരു അനുഭവ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ തന്റെ സമ്പാദ്യമെല്ലാം ഭാണ്ഡത്തിലാക്കി മറ്റൊരു നാട്ടിലേക്ക് പോവുകയായിരുന്നു. ശത്രുവിന്റെ കാലൊച്ച കേട്ട് അയാൾ ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണു. പക്ഷേ വീഴ്ചയ്ക്കിടെ അയാൾക്കൊരു വേരിൽ പിടുത്തം കിട്ടി. അപ്പോൾ അയാൾ അവിടെ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കൈ നീണ്ടുവന്നു. ആ കൈയിൽ പിടിച്ച് രക്ഷപ്പെടണമെങ്കിൽ അയാളുടെ സമ്പാദ്യം നഷ്ടപ്പെടുത്തേണ്ടി വരും. ജീവൻ കിട്ടണമെങ്കിൽ സമ്പാദ്യം പോകും, സമ്പാദ്യം കിട്ടണമെങ്കിൽ ജീവനും പോകും. നാം ഓരോരുത്തരും ഈ അവസ്ഥയിലാണ്. പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ്. രക്ഷപ്പെടാനിതാ ദൈവത്തിന്റെ കരം. ഒന്ന് നഷ്ടപ്പെടുത്തിയാലേ മറ്റൊന്ന് നേടാനാകും. നിത്യജീവൻ വേണോ, ധനം വേണോ, നാം ഏത് തിരഞ്ഞെടുക്കും? രസകരമായ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെയും എടുത്ത് പൊക്കമുള്ള ഒരു ഭാഗം കയറിയിറങ്ങുമ്പോൾ ഇളകിയിരുന്ന ഒരു കല്ലിൽ ചവിട്ടി മറിഞ്ഞു വീണു. കാല് തെറ്റിയപ്പോഴേ താൻ വീണാലും കുഞ്ഞിനൊന്നിനും സംഭവിക്കാതെ വണ്ണം പിതാവ് പ്രത്യേകം സൂക്ഷിച്ചു. പക്ഷേ കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. അപ്പോൾ പിതാവ് ചോദിച്ചു, മോനൊന്നും പറ്റിയില്ലല്ലോ, പപ്പയ്ക്കും ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ മോൻ എന്തിനാ കരയുന്നേ? കുറച്ച് കരഞ്ഞ ശേഷം അവൻ പറഞ്ഞു, എനിക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് പപ്പയുടെ കയ്യിലല്ലേ, അതിനെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഓർത്താ ഞാൻ കരഞ്ഞത്. ഈ കുഞ്ഞിന് അതിന്റെ പിതാവിനേക്കാൾ പ്രധാനം അതിന് കഴിക്കാനുള്ള ചോക്ലേറ്റാണ്. അതിനായിട്ടാണ് അവൻ കരഞ്ഞത്. ഈ കുഞ്ഞിനെ പോലെയാണ് നാം ഇന്ന്. ദൈവത്തെ മറന്നിട്ട്, നിത്യതയെ മറന്നിട്ട്, നിത്യജീവനെ മറന്നിട്ട് നാം താൽക്കാലികമായതിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. ശൈശവാവസ്ഥയിൽ തുടരുന്നതും വളർച്ചയില്ലാത്തതുമാണ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. നാം വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം പക്വത നേടുകയും നമ്മളിലുള്ള ക്രിസ്തു സ്വഭാവം വികസിക്കുകയും വേണം. പക്ഷെ പ്രായം കൂടുന്നതല്ലാതെ നാം വളരുന്നില്ല. ശീലങ്ങൾ ചിലത് മാറുന്നു, വീടിവലി മാറുന്നു, കള്ളുകൂടി മാറുന്നു, അങ്ങനെ സ്വാഭാവികമായുള്ള ചില ദുശീലങ്ങൾ മാറുന്നു. പക്ഷെ കോലം മാറ്റുന്നില്ല, സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല. ആത്മീയ ഉന്നതിയിലെത്തണം, വളരണം എന്നുള്ള ഒരു ആഗ്രഹമേയില്ല. ലക്ഷ്യബോധത്തോടെയുള്ള, സമർപ്പണത്തോടെയുള്ള ഒരു ജീവിതം നാം വെറുക്കുന്നു. യേശുവിനെ പോലെ ആകുക എന്നത് ഒരു തീരുമാനത്തോടെയാണ് തുടങ്ങുന്നത്. സഹനവും ത്യാഗവും സമർപ്പണവും അതിനാവശ്യമാണ്. നമ്മുടെ കരിയറിനെ കുറിച്ചുള്ള തീരുമാനത്തെക്കാളും, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള തീരുമാനത്തെക്കാളും, ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ് ആത്മീയ ജീവിതമെന്ന് നാം മറക്കരുത്. എഫേസ്യർ 1:13 പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. യേശുവിലൂടെ ലഭ്യമാകുന്നു എന്ന് പറയുന്ന ഭൗതിക അനുഗ്രഹങ്ങളല്ല ആദിമ ക്രിസ്ത്യാനികൾക്ക് പ്രത്യാശ നൽകിയത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയാകാമെന്നതായിരുന്നു. അതാണ് ഏറ്റവും നല്ലത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് തന്നെയാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്. മനുഷ്യർ സങ്കല്പിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാൾ ശ്രേഷ്ഠവും അനന്തവുമാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മീയ സ്വർഗീയ അനുഗ്രഹങ്ങൾ. പ്രിയരെ, മരണത്തിനു ശേഷം നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എങ്ങനെ, എവിടെ ചിലവഴിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇവിടത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾ മനസ്സിൽ ഗ്രഹിച്ചിട്ട് അത് വചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു നോക്കുക. സത്യം അറിയുക, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക. ആ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹാന്തരീക്ഷത്തിലേക്ക് വഴി നടത്തും. സ്വർഗീയ പ്രത്യാശയാൽ നിങ്ങളുടെ ഉള്ളം നിറയുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം ധാരാളമായി നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.